ഒരു കാലത്ത് ഇസ്രയേലിന്റെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷികളിൽ ഒന്നായിരുന്ന ഓസ്ട്രേലിയ ഇന്ന് ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ നേരിടുകയാണ്. പരമ്പരാഗതമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ശക്തമായ സൗഹൃദം സമീപകാലത്തെ രാഷ്ട്രീയ മാനുഷിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷിക്കപ്പെടുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചതോടെ ഈ നയതന്ത്ര തർക്കം പുതിയ തലങ്ങളിലേക്കും കടന്നു. ഓസ്ട്രേലിയ ഇസ്രയേൽ ബന്ധത്തിലെ ഈ നയതന്ത്ര തർക്കത്തിന്റെ തുടക്കം നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ ഭരണസഖ്യത്തിലെ പ്രധാന അംഗമായ സിംജാർ റോത്മാനെ ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതോടെയാണ്. ഓസ്ട്രേലിയൻ ജൂത അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തിന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി ടോണി ബർക്ക് വിസ നിഷേധിച്ചു. ഈ തീരുമാനം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ കടുത്ത നിലപാടിന്റെ സൂചന നൽകി. നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന ഓസ്ട്രേലിയയുടെ പരമ്പരാഗതമായ സൗഹൃദ നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഇസ്രയേലിന്റെ രാഷ്ട്രീയ നേതൃത്വവുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ഇത് വഴിയൊരുക്കി. റോത്മാനെ വിലക്കിയതിൽ പ്രതിഷേധിച്ച് ഇസ്രയേൽ പലസ്തീൻ അതോറിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്ന ഓസ്ട്രേലിയൻ പ്രതിനിധികളുടെ വിസ റദ്ദാക്കി. ഈ പരസ്പര വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായി എന്നും കാണിക്കുന്നു. ഓസ്ട്രേലിയയുടെ ഈ പുതിയ നിലപാടുകൾക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയാണ്. ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടികൾ വലിയ മാനുഷിക ദുരന്തങ്ങൾക്കാണ് കാരണമായത്. ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ 7-ന് ശേഷം 62,064-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഗാസയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഓസ്ട്രേലിയ ശക്തമായി ആശങ്ക പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി അൽബനീസ് നെതന്യാഹുവിന്റെ ഗാസയോടുള്ള സമീപനം നിഷേധത്തിൽ അധിഷ്ഠിതമെന്ന് പരസ്യമായി വിമർശിച്ചു. സഹായ വിതരണ കേന്ദ്രങ്ങളിൽ പോലും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒരാളായ ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്തരമൊരു വിമർശനം ഉയർന്നത് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഓസ്ട്രേലിയയുടെ ഈ നീക്കങ്ങൾ എന്നത്. ഈ നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബനീസിനെതിരെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ നടത്തിയതും. അൽബനീസ് ഇസ്രയേലിനെ ഒറ്റിക്കൊടുത്തുവെന്നും ഓസ്ട്രേലിയയിലെ ജൂത സമൂഹത്തെ ഉപേക്ഷിച്ചുവെന്നും നെതന്യാഹു ആരോപിച്ചു. കൂടാതെ ചരിത്രം അൽബനീസിനെ ഒരു ദുർബലനായ രാഷ്ട്രീയക്കാരൻ എന്ന പേരിൽ ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ പ്രതിപക്ഷ നേതാക്കൾ പോലും ഈ വ്യക്തിപരമായ ആക്രമണങ്ങളെ അപലപിച്ചു. നെതന്യാഹുവിന്റെ ഈ നടപടികൾ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. സുഹൃത്ത് രാജ്യങ്ങളെ നേതാക്കളെ പരസ്യമായി വിമർശിക്കുന്നത് ഇസ്രയേലിന് കൂടുതൽ നയതന്ത്രപരമായ ഒറ്റപ്പെടലിന് കാരണമാകും. സിംജാർ റോത്മാന്റെ വിസ വിലക്കിന് പുറമെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയയുടെ നീക്കവും ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചു. ഓസ്ട്രേലിയയുടെ ഈ നിലപാട് പതിറ്റാണ്ടുകളായി ഇസ്രയേൽ പിന്തുടരുന്ന ദുരാഷ്ട്ര പരിഹാരത്തിനും വിരുദ്ധമാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അഭിപ്രായ ഭിന്നതകളുടെ പ്രതിഫലനം കൂടിയാണ് ഈ നീക്കം. ഓസ്ട്രേലിയയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഓസ്ട്രേലിയയുടെ സമീപകാല നയതന്ത്രപരമായ നീക്കങ്ങൾ അവരുടെ പരമ്പരാഗതമായ നിലപാടിൽ നിന്ന് വൃതിചലിക്കുന്നതായും കാണപ്പെടുന്നു. ഇത് പ്രധാനമായും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയോടുള്ള ഓസ്ട്രേലിയയുടെ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ മൂലമാണ്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്ന നീക്കം ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാര ബന്ധങ്ങളും സൈനികേതര സഹകരണങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നഷ്ടമുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും പ്രശ്നങ്ങൾ നയതന്ത്രപരമായി പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ബന്ധങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കാം. കാരണം ഇരു രാജ്യങ്ങളും പരസ്പരം പങ്കിടുന്ന താല്പര്യങ്ങളും മൂല്യങ്ങളും ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കാൾ വലുതാണ്. പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയും മനോഭാവവും ഇരു രാജ്യങ്ങളും സ്വീകരിക്കേണ്ടതും ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ അനിവാര്യമാണ്. നയതന്ത്ര തലത്തിൽ ഒരു തുറന്ന സംഭാഷണത്തിന് ഇരു കൂട്ടരും തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.